തമിഴ്നാട് സർക്കാരിന്റെ കീഴിലുള്ള മദ്യവിൽപ്പന കേന്ദ്രമായ ടാസ്മാക് അതിന്റെ 717 ഔട്ട്ലെറ്റുകൾ പൂട്ടാനാണ് TVK സർക്കാർ ഉത്തരവ്. അതിനായി മുഖ്യമന്ത്രി C. ജോസഫ് വിജയ് ഉത്തരവിറക്കി. അതൊരു വല്ലാത്ത ഉത്തരവായി പോയി. ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയ്ക്ക് സമീപത്തെ വിൽപ്പനശാലകളാണ് അടയ്ക്കുക. മനീഷ് മൂർത്തിയാണ് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നത്. മനീഷ്, അങ്ങനെ മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ ഒരു ഉത്തരവായി ഇതിനെ കാണണം. ആ ഉത്തരവ് തന്നെ സിനിമാറ്റിക് ഉത്തരവാണ്. 717 ശാഖകൾ എന്ന് പറയുമ്പോൾ അത് ചെറിയ അളവല്ല. പ്രവിത ഭാഷ്മി, അതായത് 4600ഓളം മദ്യവിൽപ്പനശാലകളാണ്, ടാസ്മാക് കടകളാണ് തമിഴ്നാട്ടിലുള്ളത്. അതിലിപ്പോൾ 717 അത് പൊതുജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പൂട്ടുന്നു എന്നുള്ളതാണ് ഉത്തരവിൽ പറയുന്നത്. മുഖ്യമന്ത്രി C. ജോസഫ് വിജയുടെ ഉത്തരവിൽ പറയുന്നത് അങ്ങനെയാണ്. 717 വിൽപ്പനശാലകളാണ് അടയ്ക്കുക. 2 ആഴ്ചയ്ക്കുള്ളിൽ അത് അടച്ച് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം എന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി. അത് പറഞ്ഞ രീതിയിൽ ബസ് സ്റ്റാൻഡുകൾ, സ്കൂളുകൾ, അതുപോലെ തന്നെ ആരാധനാലയങ്ങൾ, ഇത്തരം കേന്ദ്രങ്ങൾക്ക് 500 മീറ്റർ പരിധിയിലുള്ള കടകളാണ് അടയ്ക്കുക. അത് വളരെ വേഗത്തിൽ തന്നെ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇത്തരത്തിലൊരു നടപടി പൂർത്തീകരിച്ചുകൊണ്ട് അതിന് റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് ഉത്തരവിൽ പറയുന്നത്. DMK സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യഘട്ടത്തിൽ ഒപ്പിട്ട ഫയലുകളിൽ ഒന്നും ഇത് തന്നെയായിരുന്നു. അതായത് 500 മദ്യവിൽപ്പനശാലകളാണ് ആ സമയത്ത്, ടാസ്മാക് ഷോപ്പുകളാണ് ആ സമയത്ത് അടച്ചത് 2021. ഏതായാലും സമാനമായ രീതിയിൽ തന്നെ മുഖ്യമന്ത്രി വിജയുടെ ഭാഗത്തു നിന്നും അതേ രീതിയിലുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അത് ജനങ്ങളിൽ നിന്നും ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടി, ജനക്ഷേമം മുൻനിർത്തിയാണ് ഇത്തരത്തിലൊരു നടപടി എന്നുള്ളതാണ് എന്തായാലും ഉത്തരവിൽ പറയുന്നത്. ആഷ്മി, പ്രവിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.